കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ CPIM നേതാക്കൾ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. ഏരിയ സെക്രട്ടറി അടക്കം 1 മുതൽ 5 വരെയുള്ള പ്രതികളാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. കലാരാജുവിന്റെ കത്തിലെ ആരോപണങ്ങൾ ഉണ്ടയില്ലാത്ത വെടിയാണെന്ന് കേസിലെ 1-ാം പ്രതിയും കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറിയുമായ PB രതീഷ് പറഞ്ഞു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകുമെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന. പോലീസുമായി ബന്ധപ്പെട്ട കറക്റ്റ് നടപടിയായിരുന്നു. ഇതുവരെ കുറച്ച് ആൾക്കാർ അറസ്റ്റ് ചെയ്തിരുന്നു, പിന്നെ വണ്ടി സീസ് ചെയ്തിരുന്നു. ബാക്കി എല്ലാ നടപടി ഉടൻ തന്നെ ഉണ്ടാവും. കാരണം ഇത് DYSP ഒരു ലെവലുള്ള ഓഫീസർ ഈ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇൻവെസ്റ്റിഗേഷൻ സംഘമുണ്ട്. 2 സൈഡുള്ള കേസ് കൗണ്ടർ കേസുകളുണ്ട്. അതിൽ ഒരു കേസിൽ നമ്മൾ ഇതുവരെ അറസ്റ്റ് ചെയ്തു വണ്ടി പിടിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ കേസുകൾ നമ്മൾ മെറിറ്റുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. അശ്വിൻ പാലാഴിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്തുകൊണ്ട് ഈ ഉന്നത നേതാക്കളിലേക്ക് എത്തുന്നില്ല, അറസ്റ്റൊന്നും എന്നുള്ള വിമർശനമുണ്ടല്ലോ കോൺഗ്രസിന്. എന്താണ് ഇപ്പോൾ പോലീസ് കാര്യത്തിൽ വ്യക്തമാക്കുന്ന നിലപാട് അശ്വിൻ? CPIM-ഉം കോൺഗ്രസും അതേ ആരോപണം പരസ്പരം ഉന്നയിക്കുന്നുണ്ട് ഉന്മേഷ്. കാരണം CPIM-ന്റെ ഏരിയ സെക്രട്ടറി അടക്കം കേസിൽ പ്രതിയാണ്. അപ്പം മറുവശത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളടക്കം കേസിൽ പ്രതി ചേർത്തിട്ടുമുണ്ട്. 4 FIR സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിട്ടുമുണ്ട്. എന്തായാലും രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രധാന അറസ്റ്റുകളിലേക്ക് കടക്കും എന്നുള്ളതായിരുന്നു പോലീസിന്റെ വെർഷൻ. അത് ഇന്നലെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പ്രധാന അറസ്റ്റുകൾ, കൂടുതൽ അറസ്റ്റുകൾ കേസിൽ ഉണ്ടാകുമെന്ന് അല്പസമയം മുമ്പ് ആലുവ റൂറൽ SP വൈഭവ് സക്സേന വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആ സാഹചര്യത്തിൽ രഹസ്യമൊഴി നൽകിയതിന് പിന്നാലെ തന്നെ CPIM നേതാക്കൾ 1-ാം പ്രതി ഏരിയ സെക്രട്ടറി PB രതീഷ് അടക്കം മുൻകൂർ ജാമ്യം തേടി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് കോടതി ഉടൻ തന്നെ പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ രഹസ്യമൊഴിയിൽ ഗുരുതര ആരോപണങ്ങൾ, അതിന് പിന്നാലെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി നടക്കമുള്ള ആരോപണങ്ങൾ അധികമായും കലാരാജു പറഞ്ഞിരുന്നു. ഒപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ സംസ്ഥാന നേതൃത്വത്തിന് കൂത്താട്ടുകുളത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കലാരാജു നൽകിയ കത്തിൻ്റെ പകർപ്പ് അവർ തന്നെ പുറത്തുവിട്ടുണ്ട്. അതിൽ ഏരിയ കമ്മിറ്റി അംഗം ഒപ്പം വൈസ് ചെയർമാനും കൂടിയായ സണ്ണി കുര്യാക്കോസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. അതിൽ അവരുടെ സ്ഥലം വിൽക്കാൻ, ഈ ബാങ്കിലെ ബാധ്യതകൾ തീർക്കാമെന്ന് പറഞ്ഞ് അവരുടെ സ്ഥലം നിർബന്ധപൂർവ്വം വിൽപ്പിച്ചെന്നും അതിൽ വലിയ ലാഭം, സാമ്പത്തിക ലാഭം സണ്ണി കുര്യാക്കോസ് ഉണ്ടാക്കിയെന്നുമാണ് കത്തിൽ പറയുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് ഈ കത്ത് കൈമാറിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്നും കലാരാജു പറയുന്നുണ്ട്. അതിനിടെയാണ് പുതിയ വിവാദങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടേക്ക് ഉണ്ടാകുന്നത്. എന്തായാലും പ്രധാന അറസ്റ്റുകൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം കലാരാജു പുതുതായി പുറത്തുവിടുന്ന ആരോപണങ്ങളെല്ലാം ഉണ്ടയില്ല വെടിയാണ് എന്നുള്ളതാണ് 1-ാം പ്രതിയും ഏരിയ സെക്രട്ടറിയുമായ PB രതീഷ് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത്. വിവാദങ്ങൾ തുടരുകയാണ് ഉന്മേഷ്. അശ്വിൻ, ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വീഡിയോയുണ്ട്, അതിന് പിന്നാലെ വന്ന പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ട്. ഒരു കത്തുകൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ ഈ ഘട്ടത്തിൽ. ഈ CPIM നേതൃത്വത്തെ കലാരാജു പരാതി അറിയിച്ചുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ CPIM എന്താണ് നൽകുന്ന വിശദീകരണം? അതിലൊന്നും ഒരു നടപടി ഉണ്ടായില്ലെന്നാണല്ലോ കലാരാജു പറയുന്നത്. ഒക്ടോബറിൽ നൽകി 2024 ഒക്ടോബർ 2-ാം തീയതിയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് കലാരാജു സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഈ കത്ത് അയക്കുന്നത്. അതിൽ കൂത്താട്ടുകുളത്തെ പാർട്ടിയുടെ വലിയ പ്രശ്നങ്ങൾ നിരവധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ ജനാധിപത്യമില്ല, പാർട്ടി ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അഭയം പാർട്ടി മാത്രമാണ് എന്നുകൂടി ആ കത്തിൽ കലാരാജു സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഏരിയ സെക്രട്ടറി പറയുന്നത് കത്ത് പാർട്ടിയുടെ പരിഗണനയിലാണ്, അതിൽ ആവശ്യമായ നടപടി സമ്മേളനത്തിന് ശേഷം പാർട്ടി സ്വീകരിക്കും എന്നുള്ളതാണ് അദ്ദേഹം അതിലൊരു വിശദീകരണമായി പറയുന്നത്. അതൊന്നും പാർട്ടി അവഗണിച്ചതല്ല എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം കാര്യമായി പാർട്ടി എടുത്തു എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം 4 മാസം മുമ്പ് നൽകിയ പരാതിയിൽ ഇതുവരെ നടപടിയെടുത്തില്ല. പിന്നീട് അവിശ്വാസത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം ഇതൊക്കെയായി ബന്ധപ്പെട്ട് കലാരാജുവിനുണ്ടാകുന്നു എന്നടക്കം വിമർശന വിധേയമായ കാര്യങ്ങൾ കൂടിയാണ്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ 2 ഘട്ടമായാണ് CPM കലാരാജു പാർട്ടി ഓഫീസിലുണ്ടായിരുന്ന വീഡിയോകൾ പുറത്തുവിട്ടത്. അതിൽ വളരെ സന്തോഷവതിയായാണ് കലാരാജു ഉള്ളത്. പിന്നീട് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ പോയ ശേഷമാണ് അനാരോഗ്യം കാണിക്കുന്നത്, അതിൽ ദുരൂഹതയുണ്ട് എന്ന് ഇന്ന് രാവിലെ PB രതീഷ് പറയുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള മാത്യു കൊള്ളനാടിൻ്റെ ക്രിമിനലുകളാണ് ഈ കടവന്ത്രയിലെ ആശുപത്രിയിൽ കലാരാജുവിനെ ശുശ്രൂഷിക്കുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി പറയുന്നുണ്ട്. അതായത് കോൺഗ്രസ് ആണ് ഇതിൻ്റെ മുഴുവൻ തിരക്കഥ എന്നുള്ളൊരു കാര്യമാണ് CPM പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും വിവാദങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, കേസിൽ അറസ്റ്റ് ഉണ്ടാകുമോ, കോടതി എന്തു പറയും എന്നടക്കമുള്ളതാണ് ഇനി പ്രധാനമായി അറിയേണ്ടത്. ശരി അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.